welcome to the world's easiest, simplest, fastest, most enjoyable and truly unique all-in spoken English course that takes time to settle into your subconscious mind. അതെ, ലോകത്തിലെ തന്നെ ലളിതമായ, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന, വേഗതയേറിയ, എല്ലാവർക്കും രസിച്ച് പഠിക്കുവാൻ സാധിക്കുന്ന, മറ്റുള്ളവയിൽ നിന്നും വളരെ വ്യത്യസ്തമായ, എന്നാൽ ഭാഷ സംസാരിക്കേണ്ടത് ബോധമനസ്സിൽ നിന്നല്ല, ഉപബോധ മനസ്സിൽ നിന്നാണ്. ഉപബോധ മനസ്സിൽ നിന്ന് ഭാഷ സംസാരിക്കണമെങ്കിൽ ഭാഷ ശീലമാകണമെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കണം. അങ്ങനെ ആവർത്തിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയമെടുക്കുന്ന ഒരു ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്, ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. ഇന്ന് ആദ്യ ദിനമാണ്. നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ആദ്യ ക്ലാസ്സാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഈ ക്ലാസ്സുകൾ നൽകുന്നത് വീഡിയോകളിലൂടെയാണ്. ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാനായിട്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സംശയം അയയ്ക്കുക. നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ആ സംശയങ്ങൾ ഞങ്ങൾ ദൂരീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. 10 ദിവസം ഇങ്ങനെയുള്ള വീഡിയോകളിലൂടെ ക്ലാസ്സുകൾ ഞങ്ങൾ നൽകുന്നു. അതിനുശേഷം 10 ദിവസം ലൈവായിട്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ നൽകുക. അതിൻ്റെ 10ാം ദിനം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. 20 ദിവസങ്ങൾ 1 രൂപ പോലും വാങ്ങിക്കാതെയാണ് നിങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. കാരണം 21ാമത്തെ ദിവസം നിങ്ങൾ ഒരിടത്തും പോകില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് മുന്നേ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ചങ്കൂറ്റം ഞങ്ങൾക്കുള്ളത്. അറിയുക ഞങ്ങൾ ആരാണെന്ന്, ഞങ്ങളുടെ സിസ്റ്റത്തെക്കുറിച്ച് അറിയുക, ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിപ്പിക്കുന്നതെന്ന് അറിയുക. വിശ്വാസമുണ്ടായാൽ മാത്രം വീണ്ടും തുടരുക, അല്ലെങ്കിൽ ഞങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് ഉചിതമായത് വേറെ തിരഞ്ഞെടുക്കുക. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്, ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. ഞാനിപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് തിരിച്ചു വരാം. ഓക്കെ. And what's happened outside of India, and with Premalu doing so well in Telugu, and now I think Tamil is releasing Brahmayugam, creating so much of conversation around how the film was made, and of course Mammootka's performance. Generally, I think now over the past 1 month, everybody is now looking at Malayalam cinema, and the next big film that's coming is The Goat Life. Right. ഇപ്പോൾ നിങ്ങൾ എന്താണ് കണ്ടത്? ആരുടെ സംസാരമാണ് കേട്ടത്? നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള നടനായ പൃഥ്വിരാജിൻ്റെ സംസാരമാണ് കേട്ടത്. എത്ര സുന്ദരമായാണ് പൃഥ്വിരാജ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഒരു പേടിയില്ലാതെ, ആരെയും ഭയക്കാതെ, എത്ര ഒഴുക്കോടുകൂടിയാണ് പൃഥ്വിരാജ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഈ രീതിയിൽ സംസാരിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇവിടെ ഏത് സ്കില്ലാണ് പ്രധാനമായും പൃഥ്വിരാജിനുള്ളത്? കൂടുതലും യൂസ് ചെയ്തത് സ്പീക്കിംഗ് സ്കില്ലാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ്? ഒരു ലെറ്ററാണ്. ലെറ്റർ ഉണ്ടാക്കുവാൻ എന്താണ് വേണ്ടത്? അവിടെ വേണ്ടത് റൈറ്റിംഗ് സ്കില്ലാണ്. വീണ്ടും ഒരു ഇമേജ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇറ്റ്സ് എൻ എക്സ്ട്രാക്ട് ഫ്രം എ ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഭാഗമാണ്. ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ ഏത് സ്കില്ലാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളെല്ലാവരും ന്യൂസ് പേപ്പർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാകാം. ന്യൂസ് പേപ്പർ വീട്ടിൽ വരുമ്പോൾ അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾക്ക് വേണ്ട സ്കിൽ ഏതാണ്? റീഡിംഗ് ആണ്. റീഡിംഗ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ന്യൂസ് പേപ്പർ ഉപയോഗശൂന്യമാണ്. അപ്പോൾ ഒരു പുലിയാകാൻ, ഇംഗ്ലീഷിൽ ഒരു പുലിയാകുവാൻ നമ്മൾക്ക് വേണ്ട 3ാമത്തെ സ്കിൽ റീഡിംഗ് ആണ്. ഇനി ഒരു സ്കിൽ കൂടി ബാക്കിയുണ്ട്. ഒരു വീഡിയോ ക്ലിപ്പ് അതിനായി ഞാൻ പ്ലേ ചെയ്യുന്നു, കാണുക. You are so annoying. Wait, I don't have to leave. This is my part of the ship. You leave. Well. നിങ്ങൾ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നു, തിയേറ്ററിൽ ഇരിക്കുന്നു. ആ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സ്കില്ലാണ് വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടത് ലിസണിങ് സ്കില്ലാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വാട്സപ്പിൽ നിന്നുള്ള 2 സ്ക്രീൻഷോട്ടുകളാണ്. തീർച്ചയായിട്ടും ഒരു വാട്സപ്പ് ഉപയോഗിക്കണമെങ്കിൽ, നന്നായി ഉപയോഗിക്കണമെങ്കിൽ ഈ 4 സ്കില്ലുകളും നമ്മൾക്ക് ആവശ്യമുണ്ട്. ചിലപ്പോൾ നമ്മൾ വോയിസ് മെസ്സേജ് അയക്കും, ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് അയക്കും. ടെക്സ്റ്റ് മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മൾക്ക് റൈറ്റിംഗ് സ്കിൽ ആവശ്യമാണ്. വോയിസ് മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മൾക്ക് സ്പീക്കിംഗ് സ്കിൽ ആവശ്യമാണ്. നമുക്ക് വിദേശ ഭാഷയിൽ പ്രാവീണ്യം നേടുവാൻ വേണ്ടത് 4 സ്കില്ലുകളാണ്. ഇംഗ്ലീഷിൻ്റെ ഒരു എക്സ്പേർട്ട് യൂസർ ആകുവാൻ വേണ്ടത് 4 സ്കില്ലുകളാണ്. സ്പീക്കിംഗ്, ലിസണിങ്, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ്. ഈ 4 സ്കില്ലുകൾക്കും പൊതുവായ ഒരു സ്വഭാവമുണ്ട്. സ്പീക്കിംഗ് സ്കില്ലായാലും, ലിസണിങ് സ്കില്ലായാലും, റൈറ്റിംഗ് സ്കില്ലായാലും, റീഡിംഗ് സ്കില്ലായാലും ഈ 4 സ്കില്ലുകൾക്കും ഒരു പൊതുവായ സ്വഭാവമുണ്ട്. നോക്കുക, ഒരു വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു വാചകമാണ്.
അത് സ്വീകരിക്കുന്ന ആള് ശ്രവിക്കുന്നതും വാചകമാണ്. ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ ആ ടെക്സ്റ്റ് മെസ്സേജും ഒരു വാചകമായാണ് റിസീവ് ചെയ്യുന്നത്. എന്നിട്ടാണത് വായിക്കുന്നത്. വാചകമാണ് വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇംഗ്ലീഷിൻ്റെ എക്സ്പെർട്ട് യൂസർ ആകുവാൻ നമ്മൾക്ക് വേണ്ടത് എന്താണ്? സിമ്പിളായി പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, വാചകങ്ങൾ ഉണ്ടാക്കുവാനുള്ള കഴിവാണ്. ആ വാചകങ്ങൾ ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 4 സ്കില്ലുകളിലും അത് ഉപകരിക്കും. അപ്പോൾ എങ്ങനെയാണ് വാചകങ്ങൾ ഉണ്ടാക്കുവാനുള്ള സ്കിൽ നമ്മൾക്ക് കൈവരിക്കുവാനായിട്ട് സാധിക്കുന്നത്? വീണ്ടും ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം, കാണുക. ഇപ്പോൾ നിങ്ങൾ കണ്ടത് എന്താണ്? ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു. ആ ലാൻഡ് ചെയ്യുന്നത് 2 വ്യക്തികൾ കാണുന്നു. അവർ ഇരിക്കുന്നത് ഒരു സ്കൂട്ടറിലാണ്. അതിലൊരു വ്യക്തി മറ്റു വ്യക്തിയോട് പറയുകയാണ്, ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ പറയുകയാണ്, എ ഫ്ലൈറ്റ് ഈസ് ലാൻഡിങ് അറ്റ് ദ എയർപോർട്ട്. എ ഫ്ലൈറ്റ് ഈസ് ലാൻഡിങ് അറ്റ് ദ എയർപോർട്ട്. തീർച്ചയായിട്ടും അതൊരു വാചകമാണ്. ആ വാചകം അദ്ദേഹം പറഞ്ഞത് എന്ത് സ്കിൽ ഉണ്ടായതുകൊണ്ടാണ്? സ്പീക്കിംഗ് സ്കിൽ ഉണ്ടായതുകൊണ്ടാണ്. മറ്റേ വ്യക്തിക്ക് അത് മനസ്സിലായത് എന്തുകൊണ്ടാണ്? ലിസണിങ് സ്കിൽ ഉണ്ടായതുകൊണ്ടാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വാചകം എങ്ങനെയുണ്ടായി? ആ വാചകം നാവിൻ തുമ്പിലെത്തുവാൻ എന്താണ് കാരണം? അവർ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനൊരു വാചകം പറയണം എന്നുദ്ദേശിച്ചിട്ടല്ല അവിടെ വന്നു നിന്നത്. ഇങ്ങനെ ഒരു വാചകം പറയുവാനുമല്ല അവിടെ വന്നു നിന്നത്. എന്നാൽ നാവിൻ തുമ്പിൽ ഈ വാചകം വന്നതെങ്ങനെയാണ്? ഈ വാചകത്തെ വ്യാകരണപരമായി നോക്കുമ്പോൾ അതിൽ പലതുമുണ്ട്. തുടക്കക്കാര്, ബിഗിനേഴ്സ് എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കരുത്. നമ്മുടെ പഠനത്തിൽ ഇതൊന്നും ആവശ്യമില്ല. എന്നാലും വെറുതെ ഞാൻ പറയുകയാണ്, ഈ വാചകത്തിൽ പലതുമുണ്ട്. ഈ വാചകം ഒരു ടെൻസിൽ ഉള്ളതാണ്. അതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്, പ്രിപ്പോസിഷൻ ഉണ്ട്, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്, സഹായകറിയുണ്ട്, സബ്ജക്റ്റ് ഉണ്ട്. അതെല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് വന്നു നിന്നതുകൊണ്ടാണ് ആ വാചകം ഉണ്ടായത്. അങ്ങനെയൊന്നും നമ്മൾ പഠിക്കുവാൻ പോകുന്നില്ലെങ്കിലും അതെല്ലാം ഉള്ളത് കൊണ്ടാണ് അതൊരു വാചകമായത്. ഈ വാചകം പറയുവാനല്ല അദ്ദേഹം വന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് അദ്ദേഹത്തെ ആ വാചകം ഉണ്ടാക്കുവാൻ പ്രേരിപ്പിച്ചത്? ആ പ്രേരിപ്പിച്ചത് ഈ വാചകത്തിലെ ഒരു വാക്ക് മാത്രമാണ്. ആ വാക്കാണ് മറ്റുള്ള വാക്കുകളെ ഈ വാചകത്തിലേക്ക് കൊണ്ടുവന്നത്. പ്രസന്റ് പാർട്ടിസിപ്പിളും പ്രിപ്പോസിഷനും ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും എല്ലാം ഈ വാചകത്തിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു വാക്കാണ്. ആ ഹീറോ ആരാണ്? ആ ഹീറോ ആരാണ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം. ഫ്ലൈറ്റാണ്. ആ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, ആ ഫ്ലൈറ്റ് അദ്ദേഹം കാണുന്നില്ലെങ്കിൽ ഈ വാചകം അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിലില്ല. ഈ ഫ്ലൈറ്റാണ് ഈ വാചകം ഉണ്ടാക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഈ ഫ്ലൈറ്റാണ് ഈ വാചകം ഉണ്ടാകുവാനുള്ള കാരണക്കാരൻ. എങ്കിൽ ആ കാരണക്കാരനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. വ്യാകരണത്തിൽ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത് ആ കാരണക്കാരനെയാണ്. ആ കാരണക്കാരനാണ്, ആ സബ്ജക്റ്റാണ് അദ്ദേഹത്തെ ഈ വാചകം ഉണ്ടാക്കുവാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് വാചകങ്ങളാണ്. സ്പീക്കിംഗ് സ്കില്ലായാലും, ലിസണിങ് സ്കില്ലായാലും, റൈറ്റിംഗ് സ്കില്ലായാലും, റീഡിംഗ് സ്കില്ലായാലും നമ്മൾക്ക് വേണ്ടത് വാചകങ്ങളാണ്. അപ്പോൾ ഒരു വാചകം ഉണ്ടാക്കുവാൻ ആദ്യം വേണ്ടത് കാരണക്കാരനാണ്. അതാണ് സബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് ഫ്ലൈറ്റ് ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പോകാം നമുക്ക്. വീണ്ടും ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യുകയാണ്, കാണുക. ഒരു ഫോൺ റിങ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ പറയുകയാണ്, യുവർ ഫോൺ ഈസ് റിങ്ങിങ്. ഇങ്ങനെയുള്ള അനുഭവം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കുണ്ടായി കാണാം. എനിക്കുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പുറത്തായിരിക്കുമ്പോൾ, വീടിന് പുറത്തായിരിക്കുമ്പോൾ വൈഫ് പറയാറുണ്ട്, യുവർ ഫോൺ ഈസ് റിങ്ങിങ്. അത് ചിലപ്പോൾ ഇരിക്കുന്നത് ടേബിളിലായിരിക്കും. ആ ടേബിളിൽ ഇരുന്നു കൊണ്ട് ഫോൺ റിങ് ചെയ്യുമ്പോൾ വൈഫ് പറയാറുണ്ട്, യുവർ ഫോൺ ഈസ് റിങ്ങിങ് എന്ന്. വീണ്ടും ഇവിടെ ഒരു വാചകമുണ്ടായി. ആ നാവിൽ ആ വാചകം വരുവാനുള്ള കാരണം എന്താണ് നിങ്ങൾക്കറിയാം. ഇനി ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കറിയാം ഈ വാചകത്തിലെ ഹീറോ ആരാണ്. മറ്റുള്ള വാക്കുകളെ കൊണ്ടുവന്നത് ആരാണ്? വേറെ ഒന്നുമല്ല, ആ ഫോണാണ്. ആ ഫോൺ റിങ് ചെയ്തപ്പോഴാണ് ആ നാവിൽ വാചകമുണ്ടായത്. ആ ഫോണാണ് ആ വാചകം ഉണ്ടാക്കുവാനുള്ള കാരണക്കാരൻ. ഫോണാണ് ആ വാചകത്തിലെ സബ്ജക്റ്റ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? കോടാനുകൂടി വാചകങ്ങൾ എഴുതുവാനുണ്ട്, പറയുവാനുണ്ട്. പറയുന്ന വാചകങ്ങൾ ശ്രവിക്കുവാനുമുണ്ട്, എഴുതുന്ന വാചകങ്ങൾ വായിക്കുവാനുമുണ്ട്. മനസ്സിലാക്കുക, എത്ര വാചകങ്ങൾ ഉണ്ടായാലും ആ വാചകം ഉണ്ടാകുവാൻ ഒരു കാരണക്കാരൻ ആ വാചകത്തിലുണ്ടാകും. അപ്പോൾ സബ്ജക്റ്റ് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി.
ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം എനിക്കറിയാം. കോടാനുകോടി സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ കോടാനുകോടി സബ്ജക്റ്റുകളും ഞാൻ പഠിക്കണമോ എന്നുള്ള ചിന്ത നിങ്ങളിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. മൈ ഡിയർ ഫ്രണ്ട്സ്, മനസ്സിലാക്കുക, ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ആകെ 3 തരം സബ്ജക്റ്റുകൾ മാത്രമാണ്. 3 തരം കാരണക്കാർ മാത്രമാണ് ഇന്ന് ഈ പ്രപഞ്ചത്തിലുള്ളൂ. നിങ്ങൾ കോടാനുകോടി എഴുതിയാലും കോടാനുകോടി പറഞ്ഞാലും 3 തരം സബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഏതാണ് ആ തരങ്ങൾ? ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ്, അബ്സ്ട്രാക്ട് തിങ്സ്, അല്ലെങ്കിൽ ഇൻവിസിബിൾ തിങ്സ്. ഇപ്പോൾ തുടക്കക്കാർക്ക് പേടിയായി. ഇതൊക്കെ കേട്ടപ്പോൾ അവർ പിന്നിലേക്ക് വലിഞ്ഞു കഴിഞ്ഞു. കാരണം ഇതെന്താണത് എന്ന് ചിന്തിക്കുന്നുണ്ടാകും. കൂടെയായിരിക്കുക. നിങ്ങളെയൊക്കെ സായിപ്പിനെ പോലെയും മാതാമയെ പോലെയും സംസാരിപ്പിക്കുവാനുള്ള പവറുള്ള ശക്തിയുള്ള ഇംഗ്ലീഷ് ടീച്ചിങ് മെത്തഡോളജിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് പതറരുത്. ഇത് കേട്ടാലൊന്നും പതറരുത്. കാരണം ഇതിനെയൊക്കെ നിഷ്പ്രയാസം നമ്മൾ കീഴടക്കും. ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയുള്ള നിമിഷങ്ങൾ അതിനായിട്ടുള്ളതാണ്. എന്താണ് ലിവിങ് തിങ്സ്? എന്താണ് നോൺ ലിവിങ് തിങ്സ്? എന്താണ് അബ്സ്ട്രാക്ട് തിങ്സ് അല്ലെങ്കിൽ ഇൻവിസിബിൾ തിങ്സ്? ആദ്യതരം ലിവിങ് തിങ്സ്, അതായത് ജീവജാലങ്ങൾ. ജീവജാലങ്ങൾ കാരണക്കാരായി വരും, ഇല്ലേ? ബിജോയ് ഈസ് ടൈഡ്. അത് പറയുന്നവന്റെ മനസ്സിൽ ആ വാചകം ഉണ്ടാക്കുവാൻ കാരണക്കാരനായത് ഒരു ജീവജാലമാണ്, ബിജോയ്. അപ്പോ ജീവജാലങ്ങൾ സബ്ജക്റ്റായിട്ട് വരും. അപ്പോൾ എന്തൊക്കെയാണ് ജീവജാലങ്ങൾ? ജീവജാലങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുമ്പോൾ അത് പഠിക്കുവാൻ എളുപ്പമാർഗമുണ്ട്. ജനിക്കുന്നവ, വളരുന്നവ, മരിക്കുന്നവ, ശ്വാസമെടുക്കുന്നവ, ചോരയുള്ളവ, വേദനിക്കുന്നവ, ഇഴയുന്നവ, അനങ്ങുന്നവ, ഇങ്ങനെയുള്ളതൊക്കെയാണ് ലിവിങ് തിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ളവരെല്ലാവരും ലിവിങ് തിങ്സ് ആണ്. അച്ഛനും അമ്മയും അനുജനും സഹോദരിയും എല്ലാവരും ലിവിങ് തിങ്സ് ആണ്. ഇനി നിങ്ങളുടെ അടുക്കളയിൽ പാറ്റയുണ്ടെങ്കിൽ ആ പാറ്റ ഒരു ലിവിങ് തിങ് ആണ്. പല്ലിയുണ്ടെങ്കിൽ പല്ലി ഒരു ലിവിങ് തിങ് ആണ്. നിങ്ങളുടെ വീട്ടിൽ പെറ്റ് ഉണ്ടെങ്കിൽ, പൂച്ചയുണ്ടെങ്കിൽ, പട്ടിയുണ്ടെങ്കിൽ, അല്ലേ, പക്ഷികളുണ്ടെങ്കിൽ അതെല്ലാം ലിവിങ് തിങ് ആണ്. അപ്പോൾ ഒരു 10 ലിവിങ് തിങ്സിന് ഉദാഹരണം തരുവാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷമവുമില്ല. കാരണം എന്താ? ഒരു 5 പേരുടെ പേര് പറയുക, ഒരു 3 മൃഗത്തിന്റെ പേര് പറയുക, 2 പക്ഷിയുടെ പേര് പറഞ്ഞാൽ 10 ലിവിങ് തിങ്സ് ആയി. അതായത് ഇവയ്ക്ക് വാചകത്തിൽ കാരണക്കാരനായി വരാം, സബ്ജക്റ്റായിട്ട് വരാം, എന്നിട്ട് മറ്റു വാക്കുകളെ കൊണ്ടുവന്ന് വാചകമാക്കുവാൻ സാധിക്കും. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി ഏതാണ്? ലിവിങ് തിങ്സ്. ഓക്കെ, ഉദാഹരണം മൃഗങ്ങൾ, പക്ഷികൾ, മനുഷ്യർ. അത്രയും ഇപ്പോൾ പഠിച്ചാലും മതി. ഓക്കെ, ആദ്യത്തെ തരം എന്താണെന്ന് വെറുതെ ഒന്ന് മനസ്സിലായി. പോകാം നമുക്ക്. രണ്ടാമത്തെ തരം നോൺ ലിവിങ് തിങ്സ്. അതിനും വാചകത്തിൽ ഹീറോ ആയിട്ട് വരാം, സബ്ജക്റ്റ് ആയിട്ട് വരാം. എന്താണ് നോൺ ലിവിങ് തിങ്സ്? അതിന് കുറച്ച് ഉദാഹരണങ്ങൾ തരുവാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് പോകുക. എന്നിട്ട് നിങ്ങൾ ഒഴികെയുള്ള അവിടെയുള്ള സാധനങ്ങളുടെ പേരെഴുതിയാൽ അതെല്ലാം നോൺ ലിവിങ് തിങ്സ് ആണ്. അവിടെ കിടക്കുന്ന കട്ടിൽ അതൊരു നോൺ ലിവിങ് തിങ് ആണ്. ചെയർ, ടേബിൾ, ഷെൽഫ്, ബെഡ്, ബെഡ്ഷീറ്റ്, വിൻഡോ, ഡോർ, കീ, ടോർച്ച്, മൊബൈൽ ഫോൺ, ഇതെല്ലാം നോൺ ലിവിങ് തിങ്സ് ആണ്. ഒരു 10 നോൺ ലിവിങ് തിങ്സിന് ഉദാഹരണം പറയുവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ബെഡ്റൂമിലേക്ക് പോകുക, 10 സാധനങ്ങളുടെ പേര് പറഞ്ഞാൽ 10 സബ്ജക്റ്റുകളായി ആ സബ്ജക്റ്റുകൾക്ക് വാചകമുണ്ടാക്കുവാനായി വരാം. ആ സബ്ജക്റ്റുകൾക്ക് വാചകത്തിന്റെ കാരണക്കാരനാകാം. എന്നിട്ട് അടുത്ത വാക്കുകളെ കൊണ്ടുവന്ന് വാചകമാക്കുവാനായിട്ട് സാധിക്കും. അതൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ 3 തരം ഏതെന്ന് അറിയുക മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ തരത്തെ നോക്കുമ്പോൾ അതിപ്പോൾ പഠിപ്പിക്കണമോ വേണ്ടയോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകും. അത് കുറച്ച് പഠനം കഴിഞ്ഞിട്ട് മതിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? തുടക്കക്കാർ ഓടില്ലെങ്കിൽ, തുടക്കക്കാർ ഇപ്പോൾ തന്നെ ഇത് ഉപേക്ഷിച്ച് പോകില്ലെങ്കിൽ, ആ ഉറപ്പ് നൽകുകയാണെങ്കിൽ അത് എന്താണ് എന്നുള്ളത് വെറുതെ പറയാം. അപ്പൊ തുടക്കക്കാർ ഇതിനെ കാര്യമായിട്ട് എടുക്കരുത്. കാരണം മൂന്നാമത്തെ തരം കുറച്ച് പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ അത് എടുക്കില്ല. അത് കാരണക്കാരായി വന്ന് വാചകങ്ങൾ ഉണ്ടാകുന്നത് ഈ കോഴ്സിന്റെ അവസാനമാണ്. ഏതായാലും മനസ്സിലാക്കിയിരിക്കുവാനായിട്ട് അതെന്താണെന്ന് വെറുതെ ഒന്ന് പറയാം. തുടക്കക്കാര് വെറുതെ ഒന്ന് കേട്ടിരിക്കുക, ഓടിപ്പോകരുത്. ഓക്കെ, മൂന്നാമത്തെ തരത്തെ വിളിക്കുന്നത് ഇൻവിസിബിൾ തിങ്സ് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്സ് എന്നാണ്. അങ്ങനെയുള്ള വാക്കുകളുണ്ട്. അബ്സ്ട്രാക്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? രൂപമില്ലാത്ത എന്നാണ്. രൂപമില്ലാത്ത വാക്കുകളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും.
കാണാൻ പറ്റാത്ത വാക്കുകളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ മനസ്സുണ്ട്, നമ്മുടെ ബോഡിയിൽ ഹൃദയമുണ്ട്. ഹൃദയമെന്ന് പറയുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. മനസ്സ്, നമ്മുടെ ശരീരത്തിലെ മനസ്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മനസ്സെന്ന് പറയുന്നത് ചിന്തകളുടെ ഒരു കൂട്ടമാണ്. ആ കൂട്ടത്തിന് രൂപമില്ല. അപ്പോൾ മൈൻഡ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ആണ്. അതായത് മൈൻഡ് എന്ന വാക്കുപയോഗിച്ച് ഒരു വാചകം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, മൈൻഡ് എന്ന വാക്ക് കാരണക്കാരനായി ഒരു വാചകത്തിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് സബ്ജക്റ്റാണ്? അബ്സ്ട്രാക്റ്റ് ആണ്. മനസ്സിനെ കാണുവാൻ സാധിക്കില്ല, മനസ്സിൻ്റെ ഫോട്ടോ എടുക്കുവാൻ സാധിക്കില്ല, മനസ്സിന് രൂപമില്ല. അങ്ങനെയുള്ള കുറച്ച് വാക്കുകളും നമ്മൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ തന്നെ കുറച്ച് വാക്കുകൾ വേണോ, അതോ ക്ലാസിൻ്റെ അവസാന സമയത്ത് മതിയോ? ഇപ്പം നോൺ ലിവിങ് തിങ്സിന് ഉദാഹരണങ്ങൾ നിങ്ങൾ തരും, ലിവിങ് തിങ്സിന് ഉദാഹരണങ്ങൾ നിങ്ങൾ തരും. എന്നാൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ കുറച്ച് ഉദാഹരണങ്ങൾ തരുവാൻ പറഞ്ഞാൽ നിങ്ങൾ തരുമോ? നിങ്ങൾ തരില്ല. തരുവാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. അതൊക്കെ അവസാന നിമിഷത്തിൽ മതി. മനസ്സിലാക്കിയിരിക്കുവാൻ കുറച്ച് ഇൻവിസിബിൾ സബ്ജക്റ്റുകൾക്ക് ഉദാഹരണം ഞാൻ നൽകാം. വെറുതെ കേട്ടിരിക്കുക. ഓക്കെ, ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൈൻഡ്, രൂപമില്ല. ഗോഡ് ഇസ് ലവ്, അവിടെ ഗോഡാണ് സബ്ജക്റ്റ്, ഗോഡിന് രൂപമില്ല. കേട്ടിട്ടില്ലേ? ഗോഡ് ഇസ് ലവ്, അവിടെ സബ്ജക്റ്റ് ഗോഡാണ്, കാരണക്കാരൻ ഗോഡാണ്. തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു ചിന്തയാണ്, ഒരു കാഴ്ചപ്പാടാണ്. തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്. അതായത് ദൈവത്തെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ദൈവം അബ്സ്ട്രാക്റ്റ് ആണ്, ഇൻവിസിബിൾ ആണ്. ഇപ്പോൾ പറഞ്ഞ വാചകം തിരിച്ചിട്ടാൽ എങ്ങനെ കിട്ടും? ലവ് ഈസ് ഗോഡ്, സ്നേഹം ദൈവമാണ്. അപ്പോൾ ലവ് എന്ന വാക്കും എന്ത് സബ്ജക്റ്റാണ്? അബ്സ്ട്രാക്റ്റ് ആണ്, ഇൻവിസിബിൾ ആണ്. സ്നേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, സ്നേഹത്തെ കൂട്ടി നിർത്തി സെൽഫി എടുക്കുവാൻ പറ്റില്ല. കാരണം സ്നേഹം എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്. ഇപ്പോൾ പറഞ്ഞ 3 വാക്കുകൾ നിങ്ങൾക്ക് എളുപ്പമുള്ളതാണ്. മൈൻഡ് ആകട്ടെ, ഗോഡാകട്ടെ, ലവ് ആകട്ടെ, അതൊക്കെ എളുപ്പമുള്ള അബ്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ പിന്നെ എന്തിനാണ് സാറേ ഇത് വിഷമമുള്ള ഏരിയയാണെന്ന് പറഞ്ഞത്? ഈ വാക്കുകളൊക്കെ എനിക്ക് പരിചയമുള്ളതാണല്ലോ. അങ്ങനെയായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുക. അതല്ലാതെ ഇഷ്ടം പോലെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള വാക്കുകളുണ്ട്. അതെല്ലാം നമ്മൾക്ക് പഠിക്കണം. കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അത് അബ്സ്ട്രാക്റ്റ് ആണ്. സെൽഫിഷ്നെസ്, സ്വാർത്ഥത അബ്സ്ട്രാക്റ്റ് ആണ്. ഹാപ്പിനെസ് അബ്സ്ട്രാക്റ്റ് ആണ്. എനർജി അബ്സ്ട്രാക്റ്റ് ആണ്. നോളജ് അബ്സ്ട്രാക്റ്റ് ആണ്. അങ്ങനെ ഒരു ശ്രേണി അതിനുണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്താണ് അതെന്ന് മനസ്സിലായി. ഏതായാലും സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്ന് ഞാനൊന്ന് ടെക്സ്റ്റ് ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇമേജ് സ്ക്രീനിൽ കാണാം. ആ സ്ക്രീനിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ലിവിങ് തിങ്സ് ഉണ്ടാക്കുവാൻ സാധിക്കും, എത്ര നോൺ ലിവിങ് തിങ്സിൻ്റെ ഉദാഹരണങ്ങൾ എടുക്കുവാൻ സാധിക്കും, എത്ര ഇൻവിസിബിൾ തിങ്സ് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്സിൻ്റെ ഉദാഹരണങ്ങൾ എടുക്കുവാനായിട്ട് സാധിക്കും. ലിവിങ് തിങ്സ് ഏതെന്ന് നോക്കുമ്പോൾ ആ ചിത്രത്തിൽ 2 സബ്ജക്റ്റുകളുണ്ട്. അത് വ്യക്തമാണ്. ഒന്ന് അമ്മ, പിന്നെ ബേബി. മദർ, ബേബിയാണ്, അമ്മയും കുട്ടിയും. അപ്പോൾ അമ്മ എന്നത് ലിവിങ് തിങ് ആണ്, ബേബി എന്നത് ലിവിങ് തിങ് ആണ്. ഇപ്പോൾ ഈ ചിത്രത്തിലുള്ള 2 പേരെയും നിങ്ങൾ അറിയുമെങ്കിൽ വേണമെങ്കിൽ മദറിന് പകരം ആ ലേഡിയുടെ പേരെഴുതാം, ബേബിക്ക് പകരം ആ കുട്ടിയുടെ പേരെഴുതാം. ഏതായാലും ഇപ്പോൾ ആ ഇമേജിൽ 2 ലിവിങ് തിങ് ആണുള്ളത്. ആ ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അമ്മയും കുട്ടിയുമാണെന്നാണ്. അതുകൊണ്ട് മദർ, ബേബി എന്നെഴുതി. ഇനി നമ്മൾ പോകുന്നത് നോൺ ലിവിങ് തിങ്സ് ആണ്. ആ ചിത്രത്തിൽ എന്തൊക്കെ നോൺ ലിവിങ് തിങ്സ് ഉണ്ടെന്നും പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നോക്കുക, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ കുട്ടിയിരിക്കുന്ന ഫ്രോക്ക്, ഉടുപ്പ് ഒരു നോൺ ലിവിങ് തിങ് ആണ്. ഒരു ഫീഡിങ് ബോട്ടിലുണ്ട്, അതൊരു നോൺ ലിവിങ് തിങ് ആണ്. അമ്മയിട്ടിരിക്കുന്ന ജീൻസ് അതൊരു നോൺ ലിവിങ് തിങ് ആണ്. ഈ ടീഷർട്ട് ഒരു നോൺ ലിവിങ് തിങ് ആണ്. ഇവിടെ സോഫയുണ്ട്, അങ്ങനെ വിൻഡോയുണ്ട്, അല്ലേ? ഇഷ്ടംപോലെ നോൺ ലിവിങ് തിങ്സ് ഉണ്ട്. നമ്മൾക്ക് 2 മതി, 2 എടുക്കാം. ഫീഡിങ് ബോട്ടിൽ, സോഫ. തീർച്ചയായിട്ടും 2 നമ്മളെടുത്തു. ഈ ഫീഡിങ് ബോട്ടിലും സോഫയുമാണ് എടുത്തത്. ഇനി നമ്മൾ പോകുന്നത് ആ 3ാമത്തെ തരത്തിന് ഉദാഹരണങ്ങൾ തേടിയാണ്.
അതിന് രൂപമില്ല, അത് കാണുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്കത് ഇമേജിൽ നിന്ന് പൊക്കിയെടുക്കുവാൻ സാധ്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കക്കാരോടരുത്, തുടക്കക്കാർ കൂടിയായിരിക്കുക. ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല, എനിക്കൊരു വാചകം വേണം, ഇൻവിസിബിൾ തിങ് സബ്ജക്റ്റായിട്ട്, അബ്സ്ട്രാക്ട് തിങ് സബ്ജക്റ്റായിട്ട് ഒരു വാചകം ഉണ്ടാക്കി തരൂ എന്ന് ഞാൻ തുടക്കക്കാരോട് പറയില്ല, ആരോടും പറയില്ല. അതൊക്കെ അവസാനമാണ് നമ്മൾ ചെയ്യുക, മനോഹരമായി നമ്മൾ ചെയ്യും. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ, ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിലും സങ്കടപ്പെടേണ്ട, അതവിടെ നിൽക്കട്ടെ. എന്നാലും നമ്മൾക്കൊന്ന് നോക്കിയാലോ, 2 ഉദാഹരണമെങ്കിലും നമ്മൾക്കൊന്ന് നോക്കിയാലോ, കിട്ടുമെന്ന് വെറുതെ ഒന്ന് നോക്കിയാലോ. തുടക്കക്കാർ വെറുതെ ഒന്ന് കേട്ടിരിക്കുക, കണ്ടിരിക്കുക. ഞാൻ 2 ഉദാഹരണങ്ങൾ അതിൽ നിന്ന് പൊക്കുവാൻ പോവുകയാണ്. ഇൻവിസിബിൾ തിങ്ങിന് 2 ഉദാഹരണങ്ങൾ നോക്കാം നമുക്ക്. ലവ്, കെയർ. ഈ ഉദാഹരണങ്ങളിലേക്ക് നോക്കുമ്പോൾ 2ഉം കാണുവാൻ സാധിക്കില്ല, 2ന്റെയും ഫോട്ടോ എടുക്കുവാൻ സാധിക്കില്ല, 2നെയും തൊടുവാൻ സാധിക്കില്ല, കാരണം 2നും രൂപമില്ല. ഫസ്റ്റ് സബ്ജക്റ്റ് നോക്കുക, ഇൻവിസിബിൾ തിങ് നോക്കുക, അബ്സ്ട്രാക്ട് തിങ് നോക്കുക, ലവ്. ഇതെങ്ങനെ നമുക്ക് കിട്ടി? അത് അമ്മയാണ്, അത് കുട്ടിയാണ്. അമ്മയുടെ ചിരി നോക്കുക, ആ കുട്ടിയുടെ കിടപ്പ് നോക്കുക. അതിൽ നിന്നുമാണ് ഈ 2 സബ്ജക്റ്റ് നമ്മൾ പൊക്കിയെടുത്തത്. കെയർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ അമ്മയുടെ കൈകൾ നോക്കിയാൽ അറിയാം എത്ര സുരക്ഷിതമായിട്ടാണ്, എത്ര ശ്രദ്ധയോടുകൂടിയാണ് പിടിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. വീണ്ടും നിങ്ങളെ ഞാനൊന്ന് പരീക്ഷിക്കുകയാണ്. വീണ്ടും ഇതാ അടുത്തൊരു ഇമേജ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാക്കുവാൻ സാധിക്കുമോ ഇല്ലയോ? തീർച്ചയായിട്ടും ലിവിങ് തിങ്സിനും നോൺ ലിവിങ് തിങ്സിനും ഉദാഹരണം ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് എളുപ്പമാണ്. എന്താണ് ചിത്രത്തിൽ നിന്ന് കിട്ടുന്നത്? എ മാൻ, എ ലേഡി. അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ എ മാൻ, എ ലേഡി എന്ന് കിട്ടും. ഒരു സ്ത്രീയും ഒരു പുരുഷനും എന്ന് കിട്ടും. ഇവിടെ പേര് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ പേരിനും ഒരു വാചകത്തിന്റെ കാരണക്കാരനായി വരാം. ഇവിടെ ഞാൻ വെറുതെ ഉദാഹരണത്തിന് ഡാനിയ എന്ന് കൊടുത്തിരിക്കുന്നു. പെണ്ണിന്റെ പേര്, പയ്യന്റെ പേര് അലക്സ് എന്ന് കൊടുത്തിരിക്കുന്നു. ആ ചിത്രത്തിൽ നിന്ന് ഒരു വാക്ക് കൂടി കിട്ടി. ഇങ്ങനെയൊക്കെ ഇരിക്കണമെങ്കിൽ, ഈ രീതിയിലൊക്കെ ചേർന്നിരിക്കണമെങ്കിൽ എന്തായിരിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ലവേഴ്സ് എന്ന വാക്കും കിട്ടി. അങ്ങനെ കുറച്ച് ലിവിങ് തിങ്സിന് ഉദാഹരണം നമ്മൾ കണ്ടു. ഇനി നമ്മൾക്ക് നോൺ ലിവിങ് തിങ്സിന് ഉദാഹരണം എളുപ്പമായി എടുക്കാം. ആ ചിത്രത്തിലേക്ക് നോക്കുക. ജീവനില്ലാത്ത എന്തൊക്കെയുണ്ടോ അതെല്ലാം എടുത്ത് നമുക്ക് നോൺ ലിവിങ് തിങ്സിന്റെ താഴെ വയ്ക്കാം. ഇവിടെ നമുക്ക് നോക്കാം. നോക്കുക, അലക്സിന്റെ കയ്യിൽ വാച്ചുണ്ട്. ആ ആളുടെ കയ്യിൽ വാച്ചുണ്ട്. വാച്ച് എന്ന് പറയുന്ന ഒരു നോൺ ലിവിങ് തിങ് ആണ്. ഷർട്ടുണ്ട്, ഐസ്ക്രീം ഉണ്ട്, ഇതെല്ലാം നോൺ ലിവിങ് തിങ് ആണ്. നമുക്ക് 2 ഉദാഹരണങ്ങൾ മതി. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഐസ്ക്രീം, അടുത്തത് അദ്ദേഹത്തിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ചാണ്. ഇപ്പോൾ 2 ഉദാഹരണങ്ങൾ കിട്ടി. ഇനി നമ്മൾ പോകുന്നത് ഇൻവിസിബിൾ തിങ്സ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇതിൽ നിന്നും രൂപമില്ലാത്ത ഒരു വാക്ക്, കാണുവാൻ സാധിക്കാത്ത ഒരു വാക്ക് പൊക്കിയെടുക്കുവാൻ സാധിക്കുമോ? പൊക്കിയെടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും ഭയപ്പെടേണ്ട. എന്നാൽ ഞാനൊന്ന് പൊക്കിയെടുക്കുവാൻ ശ്രമിക്കുകയാണ്. ഇവിടെ 3 വാക്കുകൾ ഞാൻ പൊക്കിയെടുത്തിരിക്കുന്നു. ഇവിടെ 3 സബ്ജക്റ്റുകളെ ഞാൻ പൊക്കിയെടുത്തിരിക്കുന്നു. എനിക്ക് ആ ചിത്രത്തിൽ നോക്കി വാചകങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, വാചകം പറയണമെങ്കിൽ, ആർട്ട് ഓഫ് സെന്റൻസ് മേക്കിംഗ് അറിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് വാചകങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, രസകരമായ വാചകങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, ഇൻവിസിബിൾ തിങ്സ് ഉപയോഗിച്ച് വാചകം ഉണ്ടാക്കണമെങ്കിൽ, ഇതാ ആ ചിത്രത്തിൽ നോക്കി ഞാൻ 3 വാക്കുകളെ പൊക്കിയിരിക്കുന്നു. ലവ്, ഫ്രണ്ട്ഷിപ്പ്, ഇന്റിമസി. സൗഹൃദം ഞാൻ കാണുന്നുണ്ട്, സ്നേഹം ഞാൻ കാണുന്നുണ്ട്, അടുപ്പം ഞാൻ കാണുന്നുണ്ട്, ഇന്റിമസി. ഇത് ആ ചിത്രത്തിൽ നിന്നും ഞാൻ എടുത്തതാണ്. അതിന് രൂപമില്ല. നിങ്ങൾ പേടിക്കേണ്ട. 3ാമത്തെ തരം ഇപ്പോൾ നിങ്ങൾ വിട്ടേക്കുക. എന്നാലും അതെന്തെന്ന് മനസ്സിലായി. ക്ലാസ്സുകളുടെ അവസാനം ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കിനി സംശയമുണ്ടാകില്ലല്ലോ. അതൊക്കെ അപ്പോൾ നമുക്ക് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ഫ്രീ ആയിരിക്കുക. 3ാമത്തെ തരത്തെ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് 2 വാചകങ്ങൾ സ്ക്രീനിൽ കാണാം. ആ വാചകങ്ങൾ വെറുതെ ഒന്ന് വായിക്കുക. ഹി ഈസ് കമ്മിങ് ടു യുവർ ടൗൺ, ഹാപ്പിനെസ് ഈസ് കമ്മിങ് ടു യുവർ ടൗൺ. ആദ്യത്തെ വാചകത്തിന്റെ അർത്ഥം മിക്കവർക്കും തന്നെ അറിയുമായിരിക്കും. ഇനി അറിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ വാചക ഘടനകളൊന്നും പഠിച്ചിട്ടില്ല. ഇതൊരു വാചക ഘടനയാണ്. അത് ഘടന തന്നെയായിട്ട് നമ്മൾ പഠിക്കും. അതൊക്കെ ഇപ്പോൾ വിട്ടേക്കുക. അറിയില്ലെങ്കിൽ കേട്ടിരിക്കുക. ഓക്കെ, ഹി ഈസ് കമ്മിങ് ടു യുവർ ടൗൺ. അതിലെ കാരണക്കാരൻ ആരാണ്? അത് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. അത് 3 തരത്തിലേതാണ് അതും നിങ്ങൾക്ക് ഇപ്പോൾ പറയുവാൻ സാധിക്കും. ആദ്യ വാചകത്തിന്റെ കാരണക്കാരൻ ഹി ആണ്. അതൊരു ലിവിങ് തിങ് ആണ്, ജീവനുള്ളതാണ് അവൻ. അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ടൗണിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. ഓക്കെ, അതെല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള വാചകങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും പഠിപ്പിക്കുക.
നിങ്ങൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയാൽ, ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് ചേർന്നാൽ അവിടെ പഠിപ്പിക്കുന്ന വാചകങ്ങൾ ഇങ്ങനെയുള്ള സാധാരണ വാചകങ്ങളാണ്. അവിടെ തരുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഐ, യു, ദേ, വി, ഷീ, ഹി, രാമ, സീത. കഴിഞ്ഞു. വേറെ ഒന്നും തന്നെയില്ല. അവിടെ നോൺ ലിവിങ് തിങ് ഉപയോഗിച്ചൊരു വാചകം ഉണ്ടാക്കുവാനോ ഇൻവിസിബിൾ തിങ് ഉപയോഗിച്ചൊരു വാചകം ഉണ്ടാക്കുവാനോ പഠിപ്പിക്കുന്നില്ല. ആ അറിവുകൾ കുറവുള്ള കാരണമാണ്, അതൊന്നും ഉപയോഗിച്ച് വാചകങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പണ്ടേ സംസാരിച്ചു പോയേനെ. നോക്കുക, ഇവിടെ എത്ര സുന്ദരമായാണ് നമ്മൾ പഠിക്കുക. ഈ ആദ്യ വാചകം എല്ലാവരും പഠിപ്പിക്കുന്നതാണ്. ആ രണ്ടാമത്തെ വാചകത്തിൻ്റെ മനോഹാരിത എന്താണ്? ഇതേ ഘടനയിൽ തന്നെയുള്ളതാണ് ആ വാചകവും. ആദ്യ വാചകത്തിൻ്റെ അതേ ഘടനയിൽ തന്നെയുള്ളതാണ് രണ്ടാമത്തെ വാചകവും. ആ രണ്ടാമത്തെ വാചകം മനോഹരമായിരിക്കുന്നത്, ആ രണ്ടാമത്തെ വാചകം സുന്ദരമായിരിക്കുന്നത് അതിലെ സബ്ജക്റ്റാണ്. അതിലെ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുമ്പോൾ, ഈ 3 തരത്തിലേതാണെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മൂന്നാമത്തെ തരമാണ് ഏത്? അബ്സ്ട്രാക്റ്റ് ആണ്. ഹാപ്പിനെസ്, സന്തോഷം. സന്തോഷം ഈസ് കമ്മിങ് ടു യുവർ ടൗൺ. സന്തോഷം ഈസ് കമ്മിങ് ടു യുവർ ടൗൺ. ഹാപ്പിനെസ് ഈസ് കമ്മിങ് ടു യുവർ ടൗൺ. സന്തോഷം നിന്റെ പട്ടണത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, വരിക എന്ന് പറയുന്നത് ജീവൻ ഉള്ളവയ്ക്ക് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒന്നാണ്. ഹീ ഈസ് കമ്മിങ് ടു യുവർ ടൗൺ എന്ന് പറയുന്നത് ശരിയാണ്. കാരണം അവിടെയുള്ളത് ജീവനുള്ള സബ്ജക്റ്റാണ്. അതിന് ചലിക്കുവാൻ കഴിയും, അതിന് വരുവാൻ കഴിയും. സാരെന്ത് പൊട്ടത്തരമാണ് പറയുന്നത്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു രൂപമില്ലാത്തൊരു വാക്കല്ലേ? ഹാപ്പിനെസ് എന്ന് പറയുന്നത് കാണാൻ പറ്റാത്ത വാക്കല്ലേ? ആ കാണാൻ പറ്റാത്ത, രൂപമില്ലാത്ത ആ വാക്കിന് എങ്ങനെ ഒരു പട്ടണത്തിലേക്ക് വരുവാൻ കഴിയും എന്നുള്ളതാണ്. തുടക്കക്കാര്, ബിഗിനേഴ്സ് വെറുതെ ഒന്ന് കേട്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കേട്ടിരിക്കുക. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് അറിയുവാൻ, നിങ്ങളെ ഒന്ന് അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. ക്ലാസിന്റെ അവസാനം ഇങ്ങനെയുള്ള വാചകങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കണം. അതാണ് ഭാഷ, അതാണ് സൗന്ദര്യം. അങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഇംഗ്ലീഷിൽ പുലിയാകുവാൻ സാധിക്കുക, നമ്മളെ കണ്ട് മറ്റുള്ളവർ അസൂയപ്പെടുക എന്ന് അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇത് പറയുന്നത്. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, പെർസോണിഫിക്കേഷൻ. ഈ വാക്ക് കേട്ടപ്പോൾ തന്നെ ചിലർക്ക് പേടിയായി. പെർസോണിഫിക്കേഷൻ എന്നൊരു വാക്കുണ്ട്. എന്താണത്? ജീവനുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജീവനില്ലാത്തവയെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് പെർസോണിഫിക്കേഷൻ. ജീവനുള്ള ആളുകൾ ചെയ്യുന്നത് ജീവനില്ലാത്ത വാക്കുകൾക്ക് കൊടുക്കുന്നതാണ് പെർസോണിഫിക്കേഷൻ. ഇവിടെ നോക്കുക, കമ്മിങ് എന്ന വാക്ക്, വരിക, അത് ജീവൻ ഉള്ളവ ചെയ്യുന്നതാണ്. അതിനെ ജീവനില്ലാത്തവയുമായി ഇവിടെ കൂട്ടിക്കെട്ടിരിക്കുകയാണ്. അതാണ് പെർസോണിഫിക്കേഷൻ. മനുഷ്യർ ചെയ്യുന്നത് നോൺ ലിവിങ് തിങ്സിനും അബ്സ്ട്രാക്ട് തിങ്സിനും കൊടുക്കുന്ന ഒരു രീതിയാണ് പെർസോണിഫിക്കേഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ എത്ര മനോഹരമാണ് ഈ ഭാഷ എന്ന് മനസ്സിലാക്കുക. ഹാപ്പിനെസ് ഈസ് കമ്മിങ് ടു യുവർ ടൗൺ. സന്തോഷം നിന്റെ പട്ടണത്തിലേക്ക് വരികയാണ്. എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ആ വാചകം അവിടെ വന്നത്? അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. എൻ്റെ പട്ടണമായ പെരുമ്പാവൂരിൽ TKS എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, ഒരു മാളുണ്ട്. അവിടെ റിലയൻസിൻ്റെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഒരു ദിവസം ഞാൻ അവിടെ പോയപ്പോൾ കണ്ട ഒരു ഹോർഡിംഗ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. TKS ഷോപ്പിംഗ് കോംപ്ലക്സിൽ റിലയൻസ് സൂപ്പർ മാർക്കറ്റിൻ്റെ എതിരെയുള്ള ഷട്ടറിൻ്റെ മുൻപിൽ വെച്ചിരുന്ന ഒരു ഹോർഡിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആ ഹോർഡിങ്ങിൽ എഴുതിയ വാചകമാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ താഴെ നിങ്ങൾ കാണുന്നത് എന്താണെന്നും നിങ്ങൾക്കറിയാം. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവിടെ പണി നടക്കുകയാണ്. കുറേ ആശാരിമാരെ കണ്ടു. പണി നടക്കുകയാണ്. ഈ ബോർഡ് അതിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് താനും. എഴുതിയിരിക്കുന്നത് ഇതാണ്, ഹാപ്പിനെസ് ഈസ് കമ്മിങ് ടു യുവർ ടൗൺ. നോക്കുക, ഹാപ്പിനെസ് ഈസ് കമ്മിങ് ടു യുവർ ടൗൺ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ഈസ് ഓൺ ദ വേ. എന്താണ് ഈ ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്താണെന്ന് താഴെ കാണുന്നുണ്ട്. ബാസ്കിൻ റോബിൻസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് അവിടെ തുടങ്ങുകയാണ്. എന്താണ് ഹാപ്പിനെസ് എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. തൊട്ട് താഴെ അത് കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നിങ്ങൾക്ക് കാണാം. എന്താണത്? ബാസ്കിൻ റോബിൻസ് ആണ്. അതൊരു ഐസ്ക്രീമാണ്. ആ ഐസ്ക്രീമിൻ്റെ ഔട്ട്ലെറ്റ് അവിടെ വരികയാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഹാപ്പിനെസ് ഈസ് ഓൺ ദ വേ എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഹാപ്പിനെസ് ഈസ് കമ്മിങ് ടു യുവർ ടൗൺ എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ എഴുതുവാൻ കഴിയുമായിരുന്നു,
ബാസ്കിൻ റോബിൻസ് ഈസ് കമ്മിങ് ടു യുവർ ടൗൺ. അവർ അങ്ങനെ എഴുതിയില്ല. കാരണം അതിനേക്കാളും സുന്ദരം, അർത്ഥമുള്ളത് ഹാപ്പിനെസ്സിനാണ്. ഹാപ്പിനെസ് ഈസ് കമ്മിങ് ടു യുവർ ടൗൺ. ആ ഹാപ്പിനെസ് എന്താണ് എന്നുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലൂടെ മനസ്സിലാകും എന്നുള്ളത് കൊണ്ടായിരിക്കാം ബാസ്കിൻ റോബിൻസ് എന്ന സബ്ജക്റ്റ് കൊടുക്കാതെ ഹാപ്പിനെസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കൊടുത്തത്. ബാസ്കിൻ റോബിൻസ് എന്ന് പറയുന്ന നോൺ ലിവിങ് തിങ് സബ്ജക്റ്റ് കൊടുക്കാതെ അബ്സ്ട്രാക്ട് തിങ് ഒരു സബ്ജക്റ്റായിട്ട് എടുത്തത്. ആ വാചകം എത്ര മനോഹരമായി മാറി എന്ന് നോക്കുക. ഇതേപോലെയുള്ള വാചകങ്ങൾ നമ്മൾക്കുണ്ടാക്കുവാൻ സാധിക്കണം. ഇവിടെ ആ വാചക ഘടന വളരെ ലളിതമായൊരു ഘടനയാണ്. ഐ ആം ഗോയിങ്, ഹി ഈസ് കമ്മിങ്, ദേ ആർ റണ്ണിങ് എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷിലെ വളരെ ലളിതമായ ഒരു വാചകഘടനയാണ്. എന്നാൽ അതിൽ ആ ഹാപ്പിനെസ് എന്ന സബ്ജക്റ്റ് ഉപയോഗിച്ചപ്പോൾ എത്ര സുന്ദരമായി എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വാചകങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. നമ്മൾക്ക് പുലിയാകണമെങ്കിൽ ഇങ്ങനെയുള്ള വാചകങ്ങൾ നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ. കൂടിയായിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, കുറച്ച് ക്ഷമയും കുറച്ച് സമയവും നിങ്ങൾക്ക് എനിക്ക് തരുവാൻ സാധിച്ചാൽ ഇങ്ങനെയുള്ള വാചകങ്ങൾ ഈ കോഴ്സിന്റെ അവസാനം നിങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ സംസാരത്തിൽ അത് കടന്നു വരുമെന്നുള്ള ഉറപ്പ് ഞാൻ നൽകുകയാണ്. അതുകൊണ്ട് കൂടിയായിരിക്കുക. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്ക്രീനിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ കുറച്ച് സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ തരവും മിക്സ് ചെയ്തുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ സബ്ജക്റ്റുകളിൽ ലിവിങ് തിങ്സ് ഉണ്ട്, നോൺ ലിവിങ് തിങ്സ് ഉണ്ട്, അബ്സ്ട്രാക്ട് തിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻവിസിബിൾ തിങ്സ് ഉണ്ട്. എല്ലാം മിക്സ് ചെയ്താണ് കൊടുത്തിരിക്കുക. വലതുഭാഗത്ത് നിങ്ങൾക്ക് കാണാം ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ്, ഇൻവിസിബിൾ തിങ്സ്. ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഈ ലിവിങ് തിങ്സിന്റെ ഇടയിൽ ഈ കൂട്ടത്തിലുള്ള ലിവിങ് തിങ്സിന് എടുത്തെഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കില്ലേ? നോൺ ലിവിങ് തിങ്സിന്റെ ഇടയിൽ ഈ കൂട്ടത്തിൽ നിന്ന് ഏതൊക്കെയാണ് നോൺ ലിവിങ് തിങ്സ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ താഴെ എഴുതുവാൻ സാധിക്കില്ലേ? ഈ കൂട്ടത്തിൽ നിന്ന് ഏതൊക്കെയാണ് അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ ഇൻവിസിബിൾ തിങ്സ് എന്ന് മനസ്സിലാക്കി ഇൻവിസിബിൾ തിങ്സിന്റെ താഴെ എഴുതുവാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? ഈ ക്ലാസ് ഞാൻ അവിടെ അവസാനിപ്പിക്കുമ്പോൾ, ആദ്യ ദിനം കഴിയുമ്പോൾ ഈ അറിവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് കേൾക്കുവാനാകും. നോക്കാം, ഫ്ലൈറ്റ് അത് ലിവിങ് ആണോ, നോൺ ലിവിങ് ആണോ, അബ്സ്ട്രാക്റ്റ് ആണോ? ഫ്ലൈറ്റിനെ കാണുവാൻ സാധിക്കും. അപ്പോൾ അത് അബ്സ്ട്രാക്റ്റ് അല്ല, ഇൻവിസിബിൾ അല്ല. ഫ്ലൈറ്റിന് ജീവനില്ല. പറയൂ, എവിടെയായിരിക്കും അത് എഴുതുക? പറയൂ, മനസ്സിൽ പറയൂ. നിങ്ങൾ മനസ്സിൽ പറഞ്ഞാലും എനിക്ക് കേൾക്കാം. അത് നോൺ ലിവിങ് തിങ് ആണ്. അടുത്ത ഫോൺ. വീണ്ടും ചോദിക്കുന്നു, എവിടെയാണ്? നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി, എനിക്കത് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. ഫോണും നോൺ ലിവിങ് തിങ് ആണ്. ബോയ് എന്ന് പറയുമ്പോൾ ബോയ് അതേതാണ്? ലിവിങ് തിങ് ആണ്. ട്രെയിൻ എന്ന് പറയുന്നത് ഏത് സബ്ജക്റ്റ് ആണ്? നോൺ ലിവിങ് തിങ് ആണ്. ബിഹേവിയർ, പെരുമാറ്റം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഫോട്ടോ എടുക്കുവാൻ പറ്റില്ല. അത് നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കുന്നതാണ്. ഫോട്ടോ എടുക്കുവാൻ പറ്റില്ല, രൂപമില്ല. അതുകൊണ്ട് അത് ബിഹേവിയർ, ഇൻവിസിബിൾ അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആണ്. രാജു തീർച്ചയായിട്ടും ലിവിങ് തിങ് ആണ്. ഹി ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഏതിൻ്റെ അടിയിലാണ് അത് വരിക? പറയൂ, ലിവിങ് തിങ് ആണ്. ആൽക്കഹോൾ തീർച്ചയായിട്ടും കാണുവാൻ സാധിക്കും. അത് നോൺ ലിവിങ് തിങ് ആണ്. കാണുവാൻ സാധിച്ചാലും അതിന് ജീവനില്ല. അതുകൊണ്ട് അത് നോൺ ലിവിങ് തിങ് ആയി മാറി. ഇനി ലേസിനെസ്, മടി എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കുന്നതാണ്. അത് ഇൻവിസിബിൾ തിങ് ആണ്, അബ്സ്ട്രാക്ട് സബ്ജക്റ്റ് ആണ്. ഇതിനെല്ലാം വാചകത്തിൽ കാരണക്കാരായി വരുവാൻ സാധിക്കും. മറ്റുള്ള വാക്കുകളെ കൊണ്ടുവന്ന് വാചകങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. വീണ്ടും ഞാൻ പറയട്ടെ, ആദ്യം നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കുന്നത് മലയാളത്തിൽ ചിന്തിക്കാതെ ഇംഗ്ലീഷിൽ ചിന്തിച്ചുകൊണ്ട് വാചകങ്ങൾ ഉണ്ടാക്കുന്നത് ലിവിങ് തിങ്സ് എന്ന സബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൽ പുലികളായി ഇതിന് ശേഷം മാത്രമേ നമ്മൾ എന്തെടുക്കുകയുള്ളൂ? നോൺ ലിവിങ് തിങ്സ് എടുക്കുകയുള്ളൂ. അതിൽ പുലികളായി ഇതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് സബ്ജക്റ്റുകൾ ഉപയോഗിച്ച് വാചകങ്ങൾ ഉണ്ടാക്കുക? അബ്സ്ട്രാക്ട് തിങ് സബ്ജക്റ്റായിട്ട് വാചകങ്ങൾ ഉണ്ടാക്കുക. അതുകൊണ്ട് ആരും പേടിക്കേണ്ട. തുടക്കത്തിൽ നമ്മൾ എടുക്കുന്നത് ലിവിങ് തിങ്സ് മാത്രമായിരിക്കും വാചകങ്ങൾ ഉണ്ടാക്കുവാൻ എടുക്കുക. ഇവ കാരണക്കാരായി നിൽക്കുന്ന വാചകങ്ങളായിരിക്കും നമ്മൾ ആദ്യം ഉണ്ടാക്കുക. അപ്പോൾ ഇത്രയും നേരം എന്താണ് പഠിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ പഠിച്ചത് ഇത്ര മാത്രമാണ്. നമ്മൾക്ക് ഇംഗ്ലീഷിൽ 4 സ്കില്ലുകൾ അനിവാര്യമാണ്. ഇംഗ്ലീഷിൽ പുലിയാണെന്ന് പറയിപ്പിക്കുവാൻ 4 സ്കില്ലുകൾ അനിവാര്യമാണ്. അതിനെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഇതിനെല്ലാം പൊതു സ്വഭാവമുണ്ട്. വാചകമാണ്. വാചകം ഉണ്ടാകണമെങ്കിൽ ഒരു കാരണക്കാരൻ വേണം. അതാണ് സബ്ജക്റ്റ്. അത് 3 തരമുണ്ട്. ആ 3 തരത്തിനും ഇവിടെ ഉദാഹരണങ്ങളുമുണ്ട്. ഇത്രയുമാണ് ആദ്യ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ടത്, പഠിച്ചത്. ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ കാത്തിരിക്കുക. താങ്ക് യു വെരി മച്ച്.